തമിഴ്നാട്ടെ 1.5 വയസ്സുകാരന്റെ മരണകാരണം നെഞ്ചിലേറ്റ ചവിട്ടെന്ന് കണ്ടെത്തൽ. ചവിട്ടിൽ അർഷിതിന്റെ 7 വാരിയെല്ലുകൾ ഒടിഞ്ഞു. തുടർന്ന് ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റു. തലക്കേറ്റ ക്ഷതം 5 നീർക്കെട്ടുണ്ടാക്കിയെന്നും കോടതിയിൽ പോലീസ് അറിയിച്ചു. ഇതിനു പുറമെ കുഞ്ഞിന്റെ ശരീരത്തിൽ പൊള്ളിയതും അടിച്ചതുമടക്കം 100ഓളം വലുതും ചെറുതുമായ പരിക്കുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിൽ പകുതിയും പഴയ മുറിവുകളായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ അഷ്കർ കുറ്റം സമ്മതിച്ചു. സംഭവ ദിവസം ചോറു നൽകുന്നതിനിടെ കുഞ്ഞ് കരഞ്ഞെന്നും കരച്ചിൽ നിർത്താത്തതിനെ തുടർന്ന് തലയിൽ ശക്തമായി അടിച്ചെന്നുമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. അടിയേറ്റ കുഞ്ഞിന്റെ ബോധം നഷ്ടമായെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ അഷ്കർ മർദ്ദിച്ചിരുന്നതായി അഖിലയും സമ്മതിച്ചിരുന്നു. കുഞ്ഞിനെ അഷ്കർ മർദ്ദിക്കുന്നത് അഖില നോക്കി നിന്നിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. വടികൊണ്ട് അടിക്കുന്നതും മർദ്ദിക്കുന്നതും അഖില കണ്ടിരുന്നു. കുഞ്ഞ് ക്രൂരമർദ്ദനവും പീഡനവും നേരിട്ടിട്ടും അഖില പ്രതികരിച്ചിരുന്നില്ല. കുഞ്ഞിനെ കൊലപ്പെടുത്താൻ തന്നെയായിരുന്നു അഷ്കറിന്റെ ലക്ഷ്യമെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു. കുഞ്ഞു മരിക്കുന്ന ദിവസം രാവിലെ അഖില എവിടെയായിരുന്നു എന്നതടക്കം പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. സംഭവ ദിവസം തമിഴ്നാട്ടിൽ ഡാൻസ് പരിപാടിക്ക് പോയിരുന്നു എന്നായിരുന്നു അഖിലയുടെ മൊഴി. ഇക്കാര്യങ്ങളടക്കം പോലീസ് വിശദമായി അന്വേഷിക്കും. അർഷിതിന്റെ പിതാവും അഖിലയുടെ ആദ്യ ഭർത്താവുമായ അഖിലിന്റെ മരണത്തിലും അഖിലയ്ക്കൊപ്പം ഡാൻസ് സ്കൂളിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയുടെ മരണവും അന്വേഷിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. 2 മരണങ്ങളിലും ദുരൂഹതയുണ്ടെന്ന സംശയത്തിലാണ് പോലീസ്. അഖിലയുടെയും അഖിലിന്റെയും പ്രണയവിവാഹമായിരുന്നു. അഖില അർഷിതിനെ ഗർഭം ധരിച്ചിരിക്കെയാണ് അഖിലിന്റെ മരണം. അഖിൽ ജീവനൊടുക്കിയതാണെന്നാണ് പിതാവ് സുനിൽ കുമാർ പറഞ്ഞത്.